ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് 1535 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ബെഡ്റൂം, അതിൻ്റെ വേണ്ട ബാക്കി സജ്ജീകരണങ്ങളും അമ്യൂണിറ്റീസും, അതിനകത്തൊരു കോർട്ട്യാർഡ് വന്നിട്ടുണ്ട്. പിന്നെ സിറ്റ് ഔട്ട്, ഓപ്പൺ കിച്ചൺ, വർക്ക് ഏരിയ, മുകളിലേക്കുള്ള സ്റ്റെയർ ഹെഡ് തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനിനെ പറ്റി. എന്നാൽ പ്ലാനിനേക്കാൾ ഉപരി ഈ പ്ലോട്ടിൻ്റെ ഒരു കിടപ്പിനെ പറ്റിയാണ്. ആക്ച്വലി അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 62 മീറ്റർ നീളം പുറകോട്ട് കിടക്കുക. എന്നാൽ വീതി സഫീഷ്യൻ്റ് അല്ലതാനും. ബിൽഡിംഗ് പൊസിഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ വീതി എന്ന് പറയുന്നത് വെറും 11.5 മീറ്ററാണ്. അതായത് 37 അടിയാണ് വരുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ പ്ലാനിനെ എങ്ങനെ സജ്ജീകരിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് സെബി, ഫോർ സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ സിറ്റ് ഔട്ടും പറയുന്ന പോലെ സിറ്റ് ഔട്ടിനോടനുബന്ധിച്ചുള്ള അവിടുത്തെ സീറ്റിംഗ് സ്പേസ്, അതിൻ്റെ വരാന്ത, അതുമായിട്ട് നിയർ ബൈ നിൽക്കുന്ന കോർട്ട്യാർഡ്, ഈ വക ഏരിയ നോക്കാം. ഇതാണ് അതിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ വരിക. ഞാൻ ഈ പറഞ്ഞ പോലെ സിറ്റ് ഔട്ടും ആ കോർട്ട്യാർഡ് ഏരിയ എല്ലാം കൂടെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ഇവിടെയാണ്. അപ്പം ഈ നമുക്ക് സ്റ്റെപ്പ് വരുന്നത് ഇതാ ഇവിടെ ആയിട്ടാണ്. ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് എൻട്രൻസ് വരിക. ഇങ്ങനെയാണ് എൻട്രൻസ് വരിക. ഇവിടുന്ന് ആൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് കോർണറിലേക്ക്, ഇവിടെ ഇപ്പം എലിവേഷനിൽ നമുക്കൊരു ചെറിയൊരു പാർട്ടീഷൻ വർക്കുകൾ പോലെ വരുന്നുണ്ട്. ബാക്കി വന്നതിന് ശേഷം ഈ ഒരു ഏരിയയാണ് നമ്മൾ സീറ്റിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഷൂ റാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായി സിറ്റ് ഔട്ട് കഴിഞ്ഞ് ജസ്റ്റ് കയറുന്നത് ലിവിങ്ങിലേക്കാണ്. ലിവിങ് പറയുമ്പോൾ ലിവിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് അടുത്ത് നിൽക്കുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട്. ആ കോർട്ട്യാർഡ് സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പം സിറ്റ് ഔട്ട് ഇങ്ങനെ പാസേജ് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് സീറ്റിങ്ങും ഷുറാക്കൊക്കെ ഈ പാസേജിനൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നിൽക്കുന്നത്. അതിനുശേഷം വരുന്നത് ഫോമൽ ലിവിങ് ആണ്. ഈ ഫോമൽ ലിവിങ്ങിൻ്റെ ബേ വിൻഡോ എന്ന് പറയുന്നത് ഇതുണ്ട്. ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ട് മെയിനായിട്ട് ഈ കോർട്ട്യാർഡാണ്. ഇതുണ്ടോ, ഈ കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. എങ്ങനെയാണ് ഇതൊരു ഹൈലൈറ്റായിട്ട് മാറുക എന്ന് ചോദിച്ചാൽ, ഇതുണ്ടോ, ഈ ഫോമൽ ലിവിങ്ങിൻ്റെ ബേ വിൻഡോ ഈ കോർട്ട്യാർഡിലേക്ക് ബ്ലെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ആംബിയൻസ് നമുക്ക് ഇങ്ങോട്ട് ഒരു കണക്ഷൻ കിട്ടും. അതുപോലെ ഈ ബെഡ്റൂമിൻ്റെ ബേ വിൻഡോയും ഈ കോർട്ട്യാർഡിലേക്ക് ബ്ലെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഈ ഒരു ആംബിയൻസ് നമുക്ക് കറക്റ്റായിട്ട് ബെഡ്റൂമിലേക്കും കിട്ടും. അതുകൂടാതെ ഈ പാസേജ് ഇങ്ങനെയാണല്ലോ പോവുക. ഇങ്ങനെ പാസേജ് പോകുന്നിടത്ത് നമുക്ക് ഈ സൈഡിലേക്ക് ലെഫ്റ്റ് ഈ സ്ലൈഡിങ് വിൻഡോ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് സ്ലൈഡ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ 1, 2, 3 സ്റ്റെപ്പിൽ നമുക്ക് ഈ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാനും നമുക്ക് അവിടെ ഇരിക്കാനും ഒരു ഗാർഡൻ ചെയറൊക്കെ ഇട്ട് ഈ പ്രൊവിഷനിൽ ഒരു കോഫി സ്പേസിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനും പറ്റും. അതുകൂടാതെ ആ കോർട്ട്യാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പുറത്തേക്കുള്ളൊരു പ്രൊവിഷൻ വരും. ഇത് ഫോമൽ ലിവിങ്ങിലേക്ക്, ഇത് പാസേജ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഫാമിലി ലിവിങ്ങിലേക്ക്. അതുപോലെ ഇവിടെ തൊട്ടടുത്തൊരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂമിലേക്ക് എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യൂ വരുന്ന. എന്നാൽ ഇതിൽ കാണുന്ന പോലെ ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ലൈഡിങ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സ്ലൈഡ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങിയിരിക്കാനും പുറത്തേക്ക് കോർട്ട്യാർഡിലേക്ക് ഇറങ്ങാനും ഒക്കെ വളരെ സൗകര്യമായിരിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫാമിലി ലിവിങ് ഏരിയയിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫോമൽ ലിവിങ്ങുമായിട്ട് വളരെ സെപ്പറേറ്റഡ്. ഈ 1500 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഫോമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇതിന് തമ്മിൽ നല്ലൊരു പ്രൈവസി, നല്ലൊരു ഡിസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. TV പോലുള്ള കാര്യങ്ങൾ ഫോമൽ ലിവിങ്ങിന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് കൊടുത്തു തരുന്നില്ല. അപ്പോൾ അത് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫാമിലി ലിവിങ്ങിലാണ്. ഫാമിലി ലിവിങ്ങിൽ ഈ പറയുന്ന പോലെ പ്രയർ യൂണിറ്റും അതുപോലെ TV യൂണിറ്റും ഒരു ആവശ്യത്തിനുള്ള ഒരു സീറ്റിംഗ് സ്പേസും ഒക്കെ അറേഞ്ച് ചെയ്താണ് ഫാമിലി യൂണിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ മുകളിലേക്കുള്ള സ്റ്റെയർ ഹെഡിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ പ്രൊവിഷനും ഈ ഫാമിലി ലിവിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു കൺജഷനും ഇല്ലാതെ. പിന്നെ ഈ ഫാമിലി ലിവിങ്ങിൽ നിന്നായാലും ഞാൻ മുമ്പ് പറഞ്ഞ കോർട്ട്യാർഡുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന വിധത്തിലാണ് അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഫാമിലി ലിവിങ് സ്പേസ് വരിക. ഇവിടെ നമുക്ക് ഈ ഒരു വിധത്തിൽ കൂടെ ഇവിടെ നമ്മളൊരു കോർണർ ടേബിൾ കൊടുത്തുകൊണ്ട് ഈ ഒരു വിധത്തിൽ നമുക്ക് ഒരു ഡബിൾ ചെയറോട് അവിടെ കൊടുക്കാനുള്ളൊരു പ്രൊവിഷനുണ്ട്. നമുക്ക് ഇങ്ങോട്ട് TV യൂണിറ്റും ഇങ്ങോട്ട് പ്രയർ യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് നമ്മൾ ഈ കോർട്ട്യാർഡിലേക്ക് ഒരു ബ്ലെൻഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഈ ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ ഏകദേശം ബ്ലെൻഡഡ് ആണ്, ഏകദേശം മെർജ് ചെയ്താണ് നിൽക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുവിധം 8 സീറ്റർ ആയിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അടുത്തതായി ഇതിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഡൈനിങ് സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. നമ്മൾ കൂടുതലും ടൈം ലിവിങ്, ഡൈനിങ്, അതുപോലെ ഓപ്പൺ കിച്ചൺ ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ കൂടുതൽ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം. ഡൈനിങ് റൂമിന് ന്യായമായ ആവശ്യത്തിനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 8 സീറ്റർ സീറ്റിംഗ് കപ്പാസിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡൈനിങ് കം ലിവിങ് ആയിട്ട് മെർജ് ചെയ്ത് നിൽക്കുന്ന ഏരിയ എന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ പൊസിഷന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഡൈനിങ് റൂമിൽ നിന്ന് ഇവിടെ വളരെ ക്ലോസ് ടു ആയിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെ അവിടുന്ന് വളരെ ക്ലോസ് ടു ആയിട്ട് നമ്മൾ ഒരു കിച്ചണും കൊടുത്തു. കിച്ചണോട് ചേർന്ന് തന്നെ യൂട്ടിലിറ്റിയും കൊടുത്തു. ഇനി അടുത്തത് കിച്ചണിലേക്കാണ്. കിച്ചണ് വരുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ഥാനപ്രകാരം തന്നെ വടക്കോട്ട് കുക്കിംഗ് പൊസിഷൻ കിട്ടുന്ന വിധത്തിലാണ് കിച്ചൻ്റെ ഹുഡ് ആൻഡ് ഹൂബും മറ്റ് ബേർണേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചണും അതിനോട് അസോസിയേറ്റ് ചെയ്തൊരു വർക്ക് ഏരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്കുള്ളൊരു പൊസിഷൻ, കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് ഒരു പൊസിഷൻ. അതിനുശേഷം ഇവിടുന്ന് വെളിയിലേക്ക് ഔട്ട്ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു പാർട്ടീഷൻ പോലെ നമ്മൾ ഇങ്ങനൊരു വോള് തിരിച്ച് കൊടുത്തതിന് ശേഷം അതിനകത്താണ് ഈ പറയുന്ന പോലെ റെഫ്രിജറേറ്ററും ഈ വാഷിംഗ് മെഷീനും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തതായി അതിൻ്റെ ഒരു ബെഡ്റൂം അറേഞ്ച്മെൻറ്റാണ് ശ്രദ്ധിക്കാനുള്ളത്. ഈ വിധത്തിലാണ് ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഫാമിലി ലിവിങ് എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെ വരുന്നു. ഫോമൽ ലിവിങ് നമുക്കിവിടെ വരുന്നു. ഡൈനിങ് ഇങ്ങനെ ഇവിടെ വരുന്നു. എന്നാൽ ഈ ബെഡ്റൂമിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇതിന് ഒരു നല്ല വിധത്തിലുള്ള പ്രൈവസി എനിക്ക് കിട്ടുന്നുണ്ട്. പറയുന്ന പോലെ ഈ ഫോമൽ ലിവിങ്ങിലേക്കോ ഫാമിലി ലിവിങ്ങിലേക്കോ ഡൈനിങ്ങിലേക്കോ ഒന്നും ഒരു ഡയറക്റ്റ് ആക്സസോ വിസിബിലിറ്റിയോ ഒന്നുമില്ല. എന്നാൽ സെയിം ടൈം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ബെഡ്റൂമുമായിട്ട് വളരെ ബ്ലെൻഡഡാണ് ഈ കോർട്ട്യാർഡ്. അതുപോലെ ഇവിടെ നമ്മൾ W1 2 വിൻഡോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വർക്ക് സ്പേസിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, വാർഡ്രോബിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷനിലാണ് നമ്മൾ ഡ്രസ് മിറർ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പെർമിസസ് ആകുമ്പോൾ ബെഡ്റൂമുമായിട്ട് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങൾക്കും വളരെ ഈസി ആയിട്ടുള്ള ഒരു കോർണറാണത്. ഇത് ഒരു ബെഡ്റൂം നമ്പർ 1, അതുപോലെ ഇത് ബെഡ്റൂം നമ്പർ 2, അത് ബെഡ്റൂം നമ്പർ 3. ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു പേഷ്യോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കോർട്ട്യാർഡായിട്ട് നടത്താം. ഇവിടെ ഈ സിറ്റ് ഔട്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു കോർട്ട്യാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും രണ്ടും രണ്ടായിട്ട് നിർത്തിയിട്ടുണ്ട്. ഡൈനിങ്ങുമായിട്ട് അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോമൺ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചണും ഇത് നമ്മുടെ യൂട്ടിലിറ്റി ആയിട്ട് നിർത്തിയിരിക്കുന്നു. അതുപോലെ മനോഹരമായൊരു സിറ്റ് ഔട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടൊരു കോർട്ട്യാർഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലാൻ ഫൈനൽ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ 3Dയിലേക്കാണ് അടുത്ത ഘട്ടത്തിൽ നീങ്ങിയിട്ടുള്ളത്. ആ 3D നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു 3Dയാണ് നമ്മളിതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലയൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പം അതിന് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കൊളോണിയൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ശ്രദ്ധിച്ച് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മളിതാ ഈ ഒരു പ്രൊവിഷനിൽ ഇങ്ങനെ ഒരു നാച്ചുറൽ ബ്രിക്കിൻ്റെ ക്ലാഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലേക്ക് സ്ലോപ്പായിട്ടുള്ള ഈ ഒരു റൂഫിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു വർക്ക് അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊളോണിയൽ കൺസെപ്റ്റിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ പറയുന്ന ഒരു ആർച്ച് ടൈപ്പ് ഡിസൈൻസ് വരിക എന്ന് പറയുന്നത്. അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചെക്കായിട്ടുള്ള ഗ്ലാസ് ഉണ്ടോ, ഈ ഗ്ലാസ്സിനാണെങ്കിലും ഒരു ചെക്ക് ഫീലാണ് നമ്മൾ കൊടുത്തു പോയിട്ടുള്ളത്. അതുപോലെ ഈ ഫ്രണ്ടിലത്തേതും പിന്നെ ഒരു വൈറ്റ് പ്രൊഫൈലിലാണ്, അതായത് വൈറ്റ് ആൻഡ് വൈറ്റ് ഒരു കോൺട്രാസ്റ്റ് ഡിഫറൻസ് കൊണ്ടുവരാതെ ഒരു വൈറ്റ് കളറിലാണ് അതിൻ്റെ ഇത് നിർത്തിയിട്ടുള്ളത്. പിന്നെ വീടുമായിട്ട് അറ്റാച്ച് ചെയ്ത് വീടിൻ്റെ ഡിസൈനോട് യോജിക്കുന്ന വിധത്തിൽ അതുമായിട്ട് മെർജ് ചെയ്ത്
ആണ് ഈ ഒരു കാർ പോർച്ച് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതായി ഇവിടെ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ തൂണുകൾ കൊടുത്ത് ആ തൂണ് അകത്തേക്ക് കോർട്ട്യാർഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു ബീമിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പള്ളിങ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ക്രീപ്പേഴ്സ് ഇവിടെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് അതും സ്റ്റീൽ സെക്ഷൻസിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പോർഷനിൽ ടെർമിലിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരു കോർട്ട്യാർഡ് സ്പേസിൽ നമ്മളവിടെ റെയിൻഫോൾ വീഴുന്ന വിധത്തിൽ തന്നെ അവിടെ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തന്നെയാണ് ഈ പ്ലോട്ട് ഏകദേശം ഇങ്ങനെയാണ് അതിൻ്റെ വീതിപ്പാട് വരിക. അപ്പം ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഗാർഡനിങ്ങും ഇങ്ങനെ നെടുനീളം ഫ്രണ്ട് റോട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടി കയറി വരുന്ന ഒരു പാത്ത് വേയും ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ വാഹനം കയറ്റിയിടാവുന്ന പോലെ. അതിൻ്റെ ഒരു സൈഡ് വ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാനിൽ പറഞ്ഞ പോലെ ഒരു കോർട്ട്യാർഡ് നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇത് എന്ന് പറയുന്നത് ഫോർമൽ ലിവിങ് ആണ്. അതുപോലെ ഇത് നമ്മുടെ ഒരു ബെഡ്റൂമുമാണ്. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഇതാണ് ബേവിൻ്റെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഈ കോർട്ട്യാർഡുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ കൊളോണിയലായിട്ടുള്ളൊരു ഡിസൈൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഹൈറ്റ് റേസ് ചെയ്ത് ആ ഷെയ്ഡ് പോർഷൻസൊക്കെ കൊടുക്കുകയും അതിൻ്റെ ടോപ്പിൽ കൂടെ ഈ ബീഡിങ്ങുകൾ കൊടുത്തിട്ടുള്ളതും എല്ലാം കൊളോണിയൽ സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ കളർഫുൾ ഒരു വൈറ്റ് ആൻഡ് ടെറാക്കോട്ട തീമിലാണ് ബിൽഡിംഗ് നിർത്തിയിട്ടുള്ളത്. തിരുവല്ലയ്ക്ക് അടുത്ത് തിരുമൂലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സുഹൃത്ത് പ്രവീണിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. കൺസ്ട്രക്ഷൻ അടുത്ത് വരുന്നു. എനിവേ ഈ പ്ലാൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലെ അപ്ഡേറ്റ്സ് നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള പല കണ്ടൻസും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല നിങ്ങളൊരു കൺസ്ട്രക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു നിർമ്മാണ പ്രവൃത്തി പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ സമീപിക്കുക, ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ പറയുന്ന വാട്സപ്പിലേക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങളുടെ ലൊക്കേഷൻ, ലാൻഡിൻ്റെ ഫോട്ടോസ്, FMB ഡ്രോയിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ബഡ്ജറ്റും റിക്വയർമെൻറ്റും അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഞങ്ങൾ ആ പ്ലാൻ ഫോം ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. കെട്ടിടം അതേതുമാവട്ടെ, ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. സെപ്കോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ദി പെർഫെക്റ്റ് കൺസ്ട്രക്ഷൻ ചോയ്സ്.